അപ്പോൾ ചതിലും വരില്ല, പുതിലും വരില്ല. ഇത് പറഞ്ഞപ്പോഴാണ് ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. മുമ്പ് ഒരു ചങ്ങായി ഒരു വീഡിയോ ചെയ്തിരുന്നു, നമ്മളൊരു തറൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെ ഈ വാട്ടർ പ്രൂഫ് എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചിട്ട്. ആ പുള്ളിക്കാരൻ വീഡിയോ ഒക്കെ ചെയ്ത് പോയതിന് ശേഷം അതിൻ്റെ ഇരട്ടി പൈസ വേറൊരു കമ്പനി കൊടുത്തപ്പോൾ ആ പുള്ളി ആ വീഡിയോ ചെയ്തപ്പോൾ അന്ന് ആ പുള്ളി പറഞ്ഞു ഇതിൻ്റെ മുകളിൽ മാറ്റ് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞു പോലും ആനയാണ് ചേനയെന്നൊക്കെ പറഞ്ഞിരുന്നു. ആ പുള്ളി തന്നെയാണ് ഈ മാറ്റ് ഒട്ടിച്ച വീഡിയോ ചെയ്തതും. അത് വേറൊരു പ്രതിഭാസമാണ്. അപ്പോൾ അതിൽ കുറച്ച് തെറ്റിദ്ധാരണകൾ തിരുത്തേണ്ടതുണ്ട്. കാരണം എൻ്റെ കമ്പനിക്ക് ഏകദേശം ഒരു 60ഓളം ഫ്രാഞ്ചൈസികളുണ്ട്, 1000-ലധികം അപ്ലിക്കേറ്റേഴ്സ് ഉണ്ട്, ഒരുപാട് കസ്റ്റമറുണ്ട്. അപ്പോൾ ഇവരൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതി ആ വീഡിയോയിൽ വന്നതുകൊണ്ട് ഞാനൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയാണ്. ഹായ് ഫ്രണ്ട്സ്, റാഫി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ട് കുറച്ചായി, കുറച്ച് സുഖമില്ലാതൊക്കെ ആയിട്ട് എനിക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ചെയ്യാൻ പോകുന്നത് എന്താ പറയുക, തറൻ്റെ മുകളിൽ എങ്ങനെ വാട്ടർ പ്രൂഫ് ചെയ്യാം, അത് എന്തിനാണ് വാട്ടർ പ്രൂഫിങ് ചെയ്യുന്നത്, അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളും, എന്നാൽ അതിൻ്റെ കൂടെ കുറച്ച് തെറ്റിദ്ധാരണകളും തിരുത്തേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ഒന്ന് ചെയ്യുന്നത്, നമ്മളത് കാസിമാക്കാൻ്റെ സൈറ്റാണ്, നമ്മുടെ കോൺട്രാക്ടർ കാസിമാക്കാൻ്റെ. അപ്പോൾ ഇന്ന് നമ്മൾ തറ എങ്ങനെ വാട്ടർ പ്രൂഫ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ ഒക്കെയാണ് പോകുന്നത്. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ്. ഇത് ഡാംഷുവറിൻ്റെ ബേസ് കാർഡ് എന്ന് പറയുന്നത് വാട്ടർ ബേസ് കാർഡാണ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഭയങ്കര ഹെവി ബോണ്ടിങ് ആണ് സാധനം. വാട്ടർ ബേസ് കാർഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോണ്ടിങ്ങാണ്. അത് നമുക്ക് കാണാം, ലെവൽ കാണാം. ഇതാണ് അതിന് പൊട്ടിച്ചൊരു ബക്കറ്റ് കാണിച്ചു തരാം, ഒന്നും കൊണ്ടുവന്നോ. ഇതാണ് സംഭവം. ഇതൊരു കട്ടിയുള്ളൊരു തരം പേസ്റ്റാണ്. ഇതിന് നമ്മൾ 2 കോട്ടൺ അടിക്കുക. അപ്പോൾ അത് ഓരോ ഏരിയക്ക് അനുസരിച്ചാണ്. നമ്മൾ ഈ കാപ്പിലറി ആക്ഷൻ കൂടുതലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ മാറ്റ് വെച്ചിട്ടാണ് ചെയ്യുക. ഇവിടെ അത്ര കണ്ട് പ്രശ്നമില്ലാത്തതുകൊണ്ട് നമ്മളിവിടെ വെറും ഒരു 2 കോട്ടിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ വീഡിയോയിലേക്ക് പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫസ്റ്റ് കോട്ടാണ് ഈ അടിച്ച് വരുന്നത് കേട്ടോ. ഫസ്റ്റ് കോട്ട് അടിച്ചിപ്പോൾ ഏകദേശം 10 ലിറ്റർ ബക്കറ്റ് തീർന്നപ്പോൾ തന്നെ ഏകദേശം അവിടെ എത്തി. ഇത് ഏകദേശം ഒരു ഫ്ലോർ ലെവൽ ഒരു 1800 സ്ക്വയർ ഫീറ്റോളം വരും ഏകദേശം. പിന്നെ ഇതിൽ തന്നെ നമ്മൾ ഈ വെള്ളക്കെട്ടുള്ള പാടങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെയ്യുമ്പോൾ നമ്മളിവിടെ മാറ്റ് വെച്ചിട്ടാണ് ചെയ്യുക. ഒരു റെക്രോൺ മാറ്റ് ഉണ്ട്, സർഫസ് മാറ്റ് എന്ന് പറയും. ആ മാറ്റിൽ മുക്കി ഒട്ടിക്കുകയാണ് ചെയ്യുക. അവിടെ തന്നെ കുറച്ചും കൂടി പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൽ നമ്മൾ സൈഡിലേക്ക് ഇത് അത്രേ കയറ്റി അടിക്കുന്നുള്ളൂ. ഇത് സൈഡ് മൊത്തം ചെയ്യുന്നത് നല്ലതാണ്. മണ്ണൊക്കെ മാറ്റി ഇവിടെ മൊത്തം മാറ്റ് വെച്ച് ചെയ്യുകയാണെങ്കിൽ ബെസ്റ്റാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അതിന് മാത്രം ഒരു കാപ്പിലറി ആക്ഷൻ ഇല്ല, അങ്ങനത്തെ ഒരു പ്രശ്നമുള്ള സ്ഥലമല്ല. ഇവിടെ വെള്ളക്കെട്ടുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ അത്രയും മതി. ഈ 2 സൈഡിലേക്ക് ഇറക്കി ചെയ്താൽ മതി. ഇനി വേണമെങ്കിൽ ഇവിടുത്തെ കെട്ട് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ ഇപ്പോൾ തറ നമ്മൾ ബെൽറ്റ് ചെയ്താണല്ലോ, ഈ ബെൽറ്റിൻ്റെ മുകളിലാണ് അടിക്കുന്നത്. കാരണം ഇതിൽ നിന്ന് മുകളിലോട്ട് വെള്ളം കയറി വരരുത്, അത് ഇവിടെ ബ്രേക്ക് ആവണം. അതിനാണ് ഈ കോട്ടിങ് അടിക്കുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ ചെതലും വരില്ല, പുതലും വരില്ല. രണ്ടും ചെതലും നിൽക്കും, പുതലും നിൽക്കും. പിന്നെ നമ്മൾ വാതിൽക്കട്ടിലെ മരത്തിൻ്റെ ഒക്കെയാണ് വെക്കണമെങ്കിൽ അതിൻ്റെ സൈഡും കൂടി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെയും ചെതൽ വരില്ല. മറ്റേ കല്ലിൽ നിന്ന് മണ്ണ് വരുന്നതുകൊണ്ട് ചിലപ്പോൾ ചെതൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ വാതിൽക്കട്ടിൻ്റെ കെട്ടിൻ്റെ ഭാഗം കൂടി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെയും ചെതൽ വരില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇരുമ്പിൻ്റെ കട്ടിലായതുകൊണ്ട് പിന്നെ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ തറ മാത്രമേ ഇവിടെ അടിക്കണുള്ളൂ. അപ്പോൾ ചെതലും വരില്ല, പുതലും വരില്ല. ഇത് പറഞ്ഞപ്പോഴാണ് ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. മുമ്പ് ഒരു ചങ്ങായി ഒരു വീഡിയോ ചെയ്തിരുന്നു, നമ്മളൊരു തറൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെ ഈ വാട്ടർ പ്രൂഫ് എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചിട്ട്. ആ പുള്ളിക്കാരൻ വീഡിയോ ഒക്കെ ചെയ്ത് പോയതിന് ശേഷം അതിൻ്റെ ഇരട്ടി പൈസ വേറൊരു കമ്പനി കൊടുത്തപ്പോൾ ആ പുള്ളി ആ വീഡിയോ ചെയ്തപ്പോൾ അന്ന് ആ പുള്ളി പറഞ്ഞു ഇതിൻ്റെ മുകളിൽ മാറ്റ് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞു പോലും ആനയാണ് ചേനയെന്നൊക്കെ പറഞ്ഞിരുന്നു. ആ പുള്ളി തന്നെയാണ് ഈ മാറ്റ് ഒട്ടിച്ച വീഡിയോ ചെയ്തതും. അത് വേറൊരു പ്രതിഭാസമാണ്. അപ്പോൾ അതിൽ കുറച്ച് തെറ്റിദ്ധാരണകൾ തിരുത്തേണ്ടതുണ്ട്. കാരണം എൻ്റെ കമ്പനിക്ക് ഏകദേശം ഒരു 60ഓളം ഫ്രാഞ്ചൈസികളുണ്ട്, 1000-ലധികം അപ്ലിക്കേറ്റേഴ്സ് ഉണ്ട്, ഒരുപാട് കസ്റ്റമറുണ്ട്. അപ്പോൾ ഇവരൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതി ആ വീഡിയോയിൽ വന്നതുകൊണ്ട് ഞാനൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയാണ്. അപ്പോൾ സംഭവം ഇത്രേ ഉള്ളൂ. ഈ വാട്ടർ ബേസ് കാർഡിനകത്ത് പിന്നെ ഒരു എന്താ പറയുക, ഫൈബറിൻ്റെ പാർട്ടിക്കൽ എന്ന് വെച്ചാൽ ഈ സാധനം ഫൈബറിൻ്റെ പാർട്ടിക്കൽ അതിനകത്ത് മിക്സ് ചെയ്തിട്ട് വരുന്നുണ്ട്. പല കമ്പനികളും ഇറക്കുന്നുണ്ട്. എന്നാൽ പുള്ളി ചെയ്ത വീഡിയോക്ക് അതാണ് ഞാൻ കണ്ടത്. ഈ ഫൈബറിൻ്റെ പാർട്ടിക്കൽ മിക്സ് ചെയ്തിട്ട് വരുന്നത് ഭയങ്കര എന്താണ് പറയുക, ഒരു മാറ്റിൻ്റെ ഫീൽ ചെയ്യും, അതിൻ്റെ ഒരു ഇത് സ്ട്രെങ്ത്ത് കിട്ടും എന്നൊക്കെയാണ് പറയുന്നത്.
അപ്പോൾ നമ്മൾ അന്ന് ചെയ്തിട്ടുള്ളത് ഈ സർഫസ് മാറ്റിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ ടൈലിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു കോട്ടിങ്ങും ഇത് വെച്ചിട്ടുള്ളൊരു കോട്ടിങ്ങും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും ചെയ്തിട്ട് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അപ്പോൾ ഈ മാറ്റ് വെച്ച് കഴിഞ്ഞാൽ പൊളിഞ്ഞു പോലും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് പൊളിയില്ല എന്ന് നമ്മൾ പറയുന്നു. അത് മാത്രമല്ല, ഇതിൽ വേറൊരു കാര്യം പറയാനുള്ളത്, ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഈ സാധനം ഇങ്ങനെ വലിച്ചാൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു മാറ്റാണ്. അത് പൊട്ടിക്കാനുള്ളതായതുകൊണ്ട് കേട്ടോ, ഇതിങ്ങനെ വലിച്ചാൽ വലിയുന്നൊരു മാറ്റാണ്. ഇതൊരിക്കലും പറഞ്ഞു പോരില്ല. അതേ സ്ഥാനത്ത് ഫൈബർ എന്ന് പറയുന്ന സാധനം ഇങ്ങനെ പിഞ്ചി പോരുന്ന സാധനമാണ്. അപ്പോൾ ഇതും വെച്ച് നോക്കിയാൽ ഏതാണ് ബലം എന്ന് യുക്തിയും ബുദ്ധിയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആലോചിച്ചാൽ കിട്ടും. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. ഞാനിത് ആരെയും വിഷമിപ്പിക്കാനോ ആരെയും കച്ചവടം കൊള്ളാക്കാനോ ഒന്നുമല്ല. എല്ലാവരുടെ സാധനം നല്ല സാധനം തന്നെയാണ്, മോശമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ അങ്ങനെ തെറ്റിദ്ധാരണ അതിനകത്ത് വന്നപ്പോൾ തിരുത്തേണ്ടത് എൻ്റെ ഒരു ബാധ്യതയാണ്. കാരണം എൻ്റെ ഫ്രാഞ്ചൈസികളൊക്കെ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാനൊന്ന് ക്ലിയർ ചെയ്യാണ്. അപ്പോൾ നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം എന്താ സംഭവിക്കുക എന്നുള്ളത് കേട്ടോ. എന്നിട്ട് നമുക്കൊരു എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്യാം. അതോടൊപ്പം നമ്മുടെ ഇപ്പോൾ ഒരു ഫസ്റ്റ് കോട്ട് കുറച്ച് അടിച്ചിട്ടുണ്ട്, ബാക്കിയുള്ള അടിച്ച് വരുമ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഡീറ്റെയിൽസ് അതും പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ഒട്ടിക്കാൻ പോകണേ. അപ്പോൾ നമ്മൾ ആദ്യം ഫൈബറിൻ്റെ പാർട്ടിക്കൽ ഇട്ടിട്ടുള്ളത് ആദ്യം നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് കെമിക്കൽ ഇതിൽ നിന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. അതിനകത്ത് വേറെ ഒന്നുമില്ല. നമ്മളൊരു 3 തോണ്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് മതി ഇതിനകത്ത്. ഇനി ഇതിനകത്ത് നമ്മൾ ഫൈബറിൻ്റെ പാർട്ടിക്കൽ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്താ കുറച്ചും ഇട്ട് കൊടുക്കാം, കുറക്കണ്ട. ഇത്രയൊന്നും അതിനകത്തില്ല, എന്നാലും നമുക്കൊന്ന് കുറച്ച് സ്ട്രോങ് ആയിക്കോട്ടെ. ഇല്ല, നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇതിനകത്ത് കുറച്ച് കൂടിയിരിക്കുന്ന സാധനം, എന്നാലും കുഴപ്പമില്ല. സാധാരണ അപ്ലൈ ചെയ്യുമ്പോൾ ഇത്രയൊന്നും കട്ടി ഉണ്ടാവില്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് കട്ടി കൂടിക്കോട്ടെ. ഓക്കെ, നമുക്ക് നമ്മുടെ മറ്റേ ഇതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതൊന്ന് കഴുകിയെടുക്കണം. മാറ്റൊന്ന് ചെയ്ത് നോക്കട്ടോ. സർഫസ് മാറ്റ്. ഓക്കെ, ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ തന്നെ നമ്മൾ റീട്ടേൺ വാളിനൊക്കെ ചെയ്യണം ഇങ്ങനെ കേട്ടോ. റീട്ടേൺ വാളിനും തറക്കൊക്കെ ചെയ്യും ഇങ്ങനെ. ഇങ്ങനെ ഇട്ടിട്ട് എയർ ബബിൾസ് ഉണ്ടാകാൻ പാടില്ല. എയർ ബബിൾസ് ഫുള്ളായിട്ട് കളയണം. ഓക്കെ, ഫുൾ എയർ ബബിൾസ് പോയി. ഇനി ഇത് രണ്ടും ഉണങ്ങട്ടെ കേട്ടോ. ഞാനിനി വേറെ ചെറിയൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. ഇതൊന്ന് കൈ കേട്ടെ. ഓക്കെ അല്ലേ? ചിലപ്പോൾ ഇതിനകത്ത് വേറൊരു ഇത് വന്നേക്കാം. ഇതിനകത്ത് പിന്നെ മിക്സ് ചെയ്തപ്പോൾ പല ഭാഗത്തും അത് കൂടിക്കെടുക്കുന്നുണ്ടല്ലോ ഇത് നമ്മുടെ മാറ്റ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു പീസും കൂടി ചെയ്യാണ്. ഒരു കോട്ടിങ് അടിച്ചു. ഇതിൻ്റെ മുകളിൽ നമുക്ക് ഈ പാർട്ടിക്കൽ കുറച്ച് കുടഞ്ഞിട്ട് കൊടുക്കാം. എല്ലായിടത്തും ഒരേപോലെ ആയിക്കോട്ടെ. ഓക്കെ, ഓക്കെ, ഇപ്പോൾ എല്ലാ ഭാഗത്തും ഒരേപോലെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ഒന്നിങ്ങനെ ഒരേപോലെ ആക്കാം.
നമ്മൾ തറയിൽ വാട്ടർ പ്രൂഫ് ചെയ്യുന്നത് കൊണ്ട് നമുക്കുള്ള ബെനിഫിറ്റാണ് കിട്ടുന്നത്. നമ്മൾ തറയിൽ വാട്ടർ പ്രൂഫ് ചെയ്തതിൽ വെള്ളക്കെട്ടുള്ള ഏരിയകളിലൊക്കെ ആണെങ്കിൽ ഇതേപോലെ പെയിൻറ്റ് ഇങ്ങനെ ഇളകി പോരും, പുട്ടിയും പെയിൻറ്റൊക്കെ ഇളകിയിട്ട് ഇങ്ങനെ പൊളിഞ്ഞു പോരും. അത് ഒഴിവാക്കാനാണ് നമ്മൾ തറയിൽ വാട്ടർ പ്രൂഫ് ചെയ്യുന്നത്. ഇത് വീടിൻ്റെ പുറത്തുള്ള കാഴ്ച കേട്ടോ. അപ്പോൾ കണ്ട ഇതിൽ ഇങ്ങനെ നനവ് മുകളിലോട്ട് ഇങ്ങനെ പടർന്ന് കയറി വരും. അപ്പോൾ നമ്മളെ പെയിൻറ്റും പുട്ടിയൊക്കെ പൊളിഞ്ഞു വരും. കണ്ടോ, ഇത് വർഷകാലത്ത് ഇവിടെ നല്ല വെള്ളക്കെട്ടുള്ള സ്ഥലമാണ്. ഇങ്ങനെ പൊടിഞ്ഞു വരുന്നുണ്ടോ, നനവ് വന്ന് ഇവിടുന്നൊക്കെയാണ് പൊളിഞ്ഞു വരും. ഇത് തടയാനാണ് നമ്മൾ ബേസ് ഗാർഡ് ചെയ്യുന്നത്. കണ്ടോ, അടിഭാഗം മാത്രമേ പോയിട്ടുള്ളൂ, പുറത്തൊന്നുമില്ല. അത് ഈ നനവ് മുകളിലോട്ട് കയറുന്നതുകൊണ്ടാണ്. നമുക്ക് കിണറിലെ വെള്ളം, ഇവിടെ വെള്ളക്കെട്ടുള്ള സ്ഥലം എന്ന് പറയാൻ കാരണം എന്താ അറിയോ, ഇത് വർഷകാലത്ത് വെള്ളം ഒഴുകി പോകുന്ന തോടാണ്. അതാണ് ഇവിടെ വെള്ളക്കെട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളിപ്പോൾ ഇത് ചെയ്തതിനകത്ത് ഇതിപ്പോൾ പല ഭാഗത്തും കുന്നും കുഴിയും മുഴയായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. കാരണം ഇതിനകത്ത് ഇത് മിക്സായി കഴിഞ്ഞാൽ ഇതെല്ലാം ഒരേ ഭാഗത്ത് ഒരേപോലെ എല്ലായിടത്തും വന്നോളും എന്നൊരു നിർബന്ധമില്ല. ഈ ഫൈബറിൻ്റെ പാർട്ടിക്കിൾ വന്നു കഴിഞ്ഞാൽ പലയിടത്തും കൂടിയും കുറഞ്ഞൊക്കെ നിൽക്കും. ഇങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഉണ്ട്, ഇവിടെയുണ്ട്. ഇനി വേറൊരു കാര്യം കൂടി കാണിച്ചു കേട്ടോ. നമ്മൾ റീട്ടേൺ വാളിൽ എങ്ങനെയാണ് ഈ സാധനം ചെയ്യാന്ന്. റീട്ടേൺ വാളിൽ ചെയ്താലുള്ള സാധാരണ ഈ ബിറ്റുമിൻ ഷീറ്റ് ടോർച്ചർ ചെയ്ത് ഒട്ടിക്കുന്നൊരു പരിപാടി ഉണ്ട്. അതിനെക്കാട്ടും ബെറ്ററാണ് ഈ സാധനം. ഇത് നമുക്കൊന്ന് ചെയ്ത് കാണിച്ചു കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇങ്ങോട്ട് വരാം. ഇവിടെ ഇപ്പോൾ ഒരു റീട്ടേൺ വാളിൻ്റെ ഒരു ഫീലുള്ളത് ഇവിടെയാണ്. ഇതിപ്പോൾ ഒരു റീട്ടേൺ വാളായിട്ട് നമുക്ക് സങ്കല്പിക്കാം. ഓക്കെ, ഇവിടെ ഒരു കോട്ടിങ് കൊടുക്കുക. ഇവിടെ നമ്മളിതൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ എന്താണ് MES ഹോസ്പിറ്റലിൽ ഷക്കീബ് ഡോക്ടറെ വീട്ടിൽ അവരുടെ റിട്ടേൺ വാൾ ചെയ്തിട്ടുണ്ട്. പെരിന്തൽമണ്ണ ലൊക്കേഷനിലുള്ളവർക്ക് വേണമെങ്കിൽ പോയി കാണാം. ഇതേ സെയിം മെറ്റീരിയൽ, സെയിം മെത്തേഡ്. എയർ ബബിൾസ് ഇതിനകത്ത് കുടുങ്ങാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് നമ്മൾ ഈ കൂടുതൽ വെള്ളം കെട്ടിക്കിടക്കുന്ന പ്രദേശങ്ങളൊക്കെ ഇതേപോലെയാണ് ചെയ്യുക. അതേപോലെ ഈ എയർ ബബിൾസൊക്കെ കളഞ്ഞ് മുകളിലൊരു കോട്ടിങ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ ബ്രേക്ക് ചെയ്തിട്ട് ഒരു കാരണവശാലും ഒരു തുള്ളി വെള്ളം പുറത്തേക്ക് വരില്ല. അത് ലാസ്റ്റ് ഒരു കോട്ടിങ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ സംഗതി ഓക്കെ ആയി. എന്താ പിന്നെ ഫിനിഷിങ് നോക്കിയേ, ഇത്രയുള്ള കാര്യം. ഇതിനെ ബ്രേക്ക് ചെയ്തിട്ട് ഒരു കാരണവശാലും വെള്ളം മുകളിലോട്ട് കയറാൻ അതിന് കഴിയില്ല. ഒന്ന് വാഷ് ചെയ്യട്ടെ. നമുക്കിപ്പോൾ ഏകദേശം മുക്കാൽ ഭാഗം തീരാനായി. നമ്മളിപ്പോൾ ഇത്രയും അടിച്ചപ്പോൾ തന്നെ രണ്ടാമത്തെ ബക്കറ്റ് പൊട്ടിച്ചിട്ടുള്ളൂ. ഈ രണ്ടാമത്തെ ബക്കറ്റിൽ ഏകദേശം ഇത് ഒരു കോട്ട് ഫില്ലാവും. ഇനി ഇതിന് മുകളിൽ വരുന്ന കോട്ടിന് ആകെ ഒരു 2 ബക്കറ്റ് വേണ്ട, ഒരു 1.5 ബക്കറ്റ് മതിയാവും ഒരു കോട്ടും കൊണ്ട് അടിക്കാൻ. മൊത്തം ഒരു 35 കിലോ 40 കിലോ ആണ് ഒരു 1800 സ്ക്വയർ ഫീറ്റ് തറയുള്ള ഒരു വീടിന് ചെയ്യാൻ. ആകെ ഒരു 30-40 കൂട്ടിക്കോ, 40 ലിറ്റർ കെമിക്കലാണ് ആകെ ഇതിനാവശ്യമുള്ളൂ. ഇത് ഉണങ്ങി കഴിഞ്ഞാൽ വിറ്റമിൻ ബേസാണ്. ഇത് നോക്കിയാറേ ഇതുകൊണ്ടെന്നാ, ഇത് ഉണങ്ങി കഴിഞ്ഞാൽ അത് വിറ്റമിനാണ്. വാട്ടർ ബേസാണ് നമ്മൾ അപ്ലൈ ചെയ്ത്, പക്ഷേ ഉണങ്ങിയത് വിറ്റമിനാണ്. ഇതിൻ്റെ മുകളിൽ വെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ ഇപ്പോൾ അടിച്ചിട്ട് വെള്ളം ഉണങ്ങിയിട്ടില്ല. നമുക്ക് ഫസ്റ്റ് അടിച്ച ഭാഗം ഇവിടെ നോക്കാം. നമുക്ക് ഇത് ഫുൾ ഉണങ്ങിയിട്ടില്ല. ഇങ്ങോട്ട് വാ, ഇവിടെ ഒരു ഇത് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ നമ്മൾ ഇവിടെ വയ്ക്കുന്ന വെള്ളം അത് കുടിക്കുന്നുണ്ട്. ഈ വെള്ളം നോക്കി അവിടെ വെക്കും. വെള്ളം ഒരിക്കലും കുടിക്കില്ല. ഇത് ഉണങ്ങിയില്ല. ഫസ്റ്റ് കോട്ട് മാറ്റാം. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു കോട്ടും കൂടെ അടിക്കാണ്ട്. വേണ്ട, ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഉണങ്ങും. ഇതവിടെ നിൽക്കും വെള്ളം. അങ്ങനെ നമ്മളെ ഒരു കോട്ട് കഴിഞ്ഞിട്ടോ, ഒരു കോട്ട് ഫുള്ള് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്.
ഇനി ഇതിന് ഒരൊറ്റ കോട്ടും കൂടി കൊടുക്കണം. സൈഡും കുറച്ച് കൊടുക്കാനുണ്ട്. സെക്കൻഡ് കോട്ട് കൊടുത്തു തുടങ്ങി കേട്ടോ. സെക്കൻഡ് കോട്ട് है ना? हाँ ठीक है. സെക്കൻഡ് കോട്ട് കൊടുത്തു തുടങ്ങി. ഈ 2 കോട്ട് കൊണ്ട് തന്നെ പക്ക ക്ലിയറാണ്. ഇത് നമ്മൾ ഒരു പീസ് ഒട്ടിച്ചല്ലോ, ഏകദേശം പക്ക ഉണങ്ങിയിരിക്കുന്നു കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ റിട്ടേൺ വാളിന് നമ്മളെ ഷക്കീബ് ഡോക്ടറോട് കൊടുത്തു എന്ന് പറഞ്ഞ സാധനം. എന്താണ് ഉണക്കം പോരാ, ഒന്നുകൊണ്ട് ഉണങ്ങാണ്ട് പക്ക ഉണങ്ങിയിരിക്കണം. എന്തായാലും ഉള്ളു കുറച്ച് ഉണങ്ങാണ്ട് നമുക്ക് അല്ല, ഉള്ളു കുറച്ച് ഉണങ്ങാണ്ട് ഉണങ്ങില്ല. അത് തന്നെ നല്ല സ്ട്രോങ് ആയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ മണ്ണൊക്കെ ഇടുന്ന സമയത്ത് കഴിയുമ്പോൾ കല്ലൊക്കെ പോയിട്ട് കുത്തിയാലൊന്നും ആവില്ല. നമുക്ക് ഇതുവരെ ആകെ ആയിട്ടുള്ളത് 30 കിലോനായിട്ടില്ല. ഒരു 25 കിലോ കൊണ്ട് 20 കിലോ കൊണ്ട് ഫസ്റ്റ് കോട്ട് കഴിഞ്ഞു. ബാക്കി ഒരു ബക്കറ്റ് ഇപ്പോൾ പൊട്ടിച്ചിട്ടുണ്ട്. അത് പൊട്ടിച്ചിട്ട് സെക്കൻഡ് കോട്ട് അടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 30 കിലോ 35 കിലോ അത്ര ഈ 1800 സ്ക്വയർ ഫീറ്റിൻ്റെ തറ. അടിയത്തെ ഒരു ലൈൻ, ഒറ്റ ലൈനുള്ളൂ. ഇത് തറ മൊത്തം ഇപ്പോഴത്തെ ഇതിൻ്റെ അളവ് 1800 സ്ക്വയർ ഫീറ്റാണ്. ഇതിന് നമുക്ക് ആകെ ഒരു 30 കിലോ ആണ് വരുന്നു. നമുക്കിതിൻ്റെ ഒരു വില എന്താണെന്ന് നോക്കാം. ഒരു കിലോക്ക് 248 രൂപയാണ് ഇതിൻ്റെ വില. 10 കിലോൻ്റെ ബക്കറ്റിന് 2480 രൂപ. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10 രൂപ ബ്രഷിൻ്റെ ചിലവടക്കം കൂട്ടിയാൽ തന്നെ ഒരാളുടെ പണിയാണ് കേട്ടത്. ഇത് കംപ്ലീറ്റ് ഒന്ന് ചെയ്തത് ഒരൊറ്റ ആൾ. അത് ആളെ ഇത് ചെറിയ ബ്രഷ് കൊണ്ട് ചെയ്യുകയാണെങ്കിൽ 2 ആളെയും ചെയ്യേണ്ടി വരും. ഇത് ഈ വലിയ ബ്രഷ് കൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് ഇത്രയും ഫാസ്റ്റായിട്ട് ഏരിയ പോയത്. ഒരാളെ പണി വന്നിട്ടുള്ളൂ. അപ്പോൾ ഒരു 40 കിലോ കൂട്ടിക്കൊള്ളി. ഇനിയിപ്പോൾ 40 കിലോ വരികയാണെങ്കിൽ തന്നെ നല്ല കട്ടിക്കടിച്ചാൽ തന്നെ 40 കിലോ വരും. 40 കിലോക്ക് ഏകദേശം ഒരു 10 രൂപ വരും. ബ്രഷും ആകെ ഒരു 2 ബ്രഷ് വരും, അത്രയേ ഉള്ളൂ. പിന്നെ ഒരാളെ കൂലി 11,000 രൂപ വരും. 11,000 രൂപ ഉണ്ടെങ്കിൽ തറ ഫുള്ള് പക്കായി. ഇതാണ് ഇതിൻ്റെ മൊത്തം എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇത് മാറ്റ് ഇടുകയാണെങ്കിൽ ഇതിൻ്റെ പകുതിയെ കവറേജ് കിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ ഇരട്ടി കെമിക്കൽ വേണ്ടി വരും. കാരണം ഇത്രയും മാറ്റും കൂടി കുടിക്കുമ്പോൾ ഒരു 30 ഉള്ളത് 40 ഉള്ളത് ചിലപ്പം 70-80 ആവും. പക്ഷേ അത് പക്കയാണ്. അതിൻ്റെ മുകളിൽ ഇനി എന്ത് തന്നെ കൊണ്ടിട്ടാലും അത് പൊട്ടില്ല, വെള്ളം മുകളിലോട്ട് കയറില്ല. സെക്കൻഡ് കോട്ടോട് കൂടിയിട്ടത് പക്ക ഫില്ലായി. ഇതിലേക്കൊരു മാറ്റിൻ്റെ ആവശ്യമില്ല. ഇനി ഇത് കുറച്ചും കൂടി ഏരിയ കിട്ടണമെങ്കിൽ നമുക്ക് ലൈറ്റായിട്ടൊന്ന് വെള്ളം കൂട്ടി ഒന്ന് ലൂസാക്കിയിട്ട് അടിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഏരിയ കൂടുതൽ കിട്ടും. ഒരു 10 കിലോക്ക് 1 ലിറ്റർ 2 ലിറ്റർ വരെ വെള്ളം ചേർക്കാം പ്രൈമർ അടിക്കുമ്പോൾ. സെക്കൻഡ് കോട്ട് പരമാവധി വെള്ളം കൂട്ടാതെ അടിക്കുകയാണ് നല്ലത്. ഇനി നമ്മളെ ചെങ്ങായി പറഞ്ഞ മറ്റേ മാറ്റൊട്ടിച്ചാൽ പൊളിഞ്ഞു പോകുമെന്ന് പറഞ്ഞ ഒരു കോമഡി ഉണ്ടല്ലോ, നമുക്കതൊന്ന് നോക്കാം. മാറ്റ് പൊട്ടിച്ചാൽ പൊളിഞ്ഞു പോകുമെന്ന് പറഞ്ഞ സാധനമാണ് കേട്ടോ. ഇവിടെയാണ് ഇപ്പോൾ ഒന്ന് ഞാൻ നേരത്തെ വരച്ച് കാണിച്ച സാധനം തന്നെയാണ്. ഇതാണ് പൊളിഞ്ഞു പോകുമെന്ന് പറഞ്ഞത് കേട്ടോ. കിട്ടുന്നില്ല. കിട്ടുന്നും ചെയ്ത് ഇതിൻ്റെ മുകളിൽ പിന്നെ ഈ പൊളിഞ്ഞ് പോരാന്ന് പറഞ്ഞതിൻ്റെ ഉള്ളിൽ വേറൊരു കാര്യം, ഇത് പൊളിഞ്ഞ് പോരാന്ന്. ഇതിൻ്റെ മുകളിൽ കല്ല് വന്നാൽ പിന്നെ ഇത് എവിടുക്ക പൊളിയുക? പൊളിഞ്ഞ് പോരില്ല എന്നുള്ളത് വേറെ. പിന്നെ നമുക്ക് കത്തി എന്തെങ്കിലും ഇട്ടിട്ട് ബലമായിട്ട് പിടിച്ചിട്ട് വലിച്ചാൽ മാത്രമേ ഇതൊക്കെ പൊളിയാനുള്ള സാധ്യത ഉള്ളൂ.
അതിപ്പോൾ എന്തായാലും പൊളിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് മാന്തി പറിച്ചാൽ കിട്ടും. പക്ഷെ ഇതിൻ്റെ മുകളിൽ കല്ല് വരുന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് എന്ത് പൊളിയുന്നു, എവിടേക്ക് പൊളിയുന്നു, അതിലെന്ത് പ്രസക്തിയുള്ളത് പൊളിഞ്ഞു വരുന്നതിൽ. അപ്പോൾ അതൊക്കെ വെറുതെ ഒരു പുകക്കണ്ട് പറഞ്ഞു പോകാമെന്നല്ലാതെ ഒന്നുമില്ല. നമുക്കെന്തായാലും പുള്ളി പറഞ്ഞ കുറച്ച് എക്സ്പെരിമെൻറ്റോടെ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ, നമുക്ക് ഇതൊന്ന് പരീക്ഷിക്കാൻ. അപ്പോൾ നമ്മൾ ആ ട്രയലടിച്ച സാധനം ഉണ്ടല്ലോ അതൊന്ന് പരീക്ഷിക്കാൻ പോകട്ടോ. പൊളിഞ്ഞു പോരും എന്ന് പറയുന്ന സാധനം നമുക്ക് ആദ്യം ഒന്ന് പൊളിച്ചു നോക്കാം. ഇതാണ് പൊളിഞ്ഞു പോരുന്ന സാധനം. എന്താ അത്യാവശ്യം നല്ല പിടുത്തമുണ്ട് കേട്ടോ. ഇത് നല്ല ക്ലിയർ ടൈലിലാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ. കണ്ടോ? ഇനി നമുക്ക് ഇതൊന്ന് നോക്കാം. പൊളിഞ്ഞു പോരൂല എന്ന് പറഞ്ഞ സാധനം ഇത് പലയിടത്തും പല ഇതിലാണ് നിൽക്കുന്നത്. മുഴച്ചൊക്കെ നിൽക്കുന്നത് കേട്ടോ. ഇതാ ഇതാ ഈ മാറ്റ് പലയിടത്തും പല രീതിയിലും കൂടി നിൽക്കുകയാണ്. എന്താ ഇതിനെക്കാട്ടും സിമ്പിളായിട്ട് പൊളിഞ്ഞു പോകുന്നത്. ഇതിൻ്റെ ബാക്കിലെ സ്മൂത്ത്നെസ് കണ്ടാൽ അറിയാം. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള സംഭവം എന്ന് വെച്ചാൽ പല ഭാഗങ്ങളിലും മാറ്റ് പിന്നി പലയിടത്തും പല രീതിയിലാണ് നിൽക്കുന്നത്. എല്ലായിടത്തും ഒരേ ഇത് കിട്ടുന്നില്ല. കണ്ടാ ഇതാണ് മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇത് വെറും മാറ്റാണ്. ഇത് ഒന്നിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് ഊരിപ്പോരും. ഇതൊരിക്കലും ലോക്കഡ് അല്ല. കണ്ടാ മറ്റേ മാറ്റ് നിൽക്കുന്ന പോലെ ഇത് ഒരിക്കലും നിൽക്കില്ല. ഇങ്ങനെ പിടിച്ചങ്ങോട്ട് ഊരിപ്പോരും. കണ്ടാ ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. ഇതാണ് ഇതേമാതിരി ഒന്ന് നിങ്ങൾ എന്തിട്ട് വലിച്ചാലും കിട്ടൂല. നീളുന്നല്ലാതെ ഇതൊരിക്കലും കിട്ടൂല. ഇതിൽ മുന്നൊരു കഷ്ണം കീറിയെടുക്കാൻ കിട്ടൂല. എന്താ ഇതിൽ പാർട്ടിക്കൽ ഫൈബറിൻ്റെ വ്യത്യാസം ഇതുമാണ്. മാത്രമല്ല ഇത് ഫ്ലെക്സിബിളാണ് ഈ സാധനം. ഒരിക്കലും ഇത് കീറാൻ കിട്ടില്ല, നീണ്ടു പോകാമെന്നല്ലാതെ. ഇത് ഇന്നത്തെ ഒരൊറ്റ ദിവസം ഉണക്കേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഇത് ഇത് ഇതേമാതിരി കീറാൻ പറ്റുന്നില്ല. നല്ല ടെമ്പർ, നല്ല ആഞ്ഞ് പിടിച്ച് വലിക്കണം, നല്ല കീറുള്ളൂ. ഇതിലെപ്പോഴും എന്താ വേണ്ടത്? ഇനി ഏകദേശം കണ്ടത് ഇതിപ്പോൾ ഉണങ്ങിയപ്പോൾ വിറ്റമിനായി. വാട്ടർ ബേസ് ആണെങ്കിൽ ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ വിറ്റമിനാവും. അപ്പോൾ നമ്മളെ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സ്പെരിമെൻ്റൊക്കെ കണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ. അതിങ്ങോട്ടിറക്കി മുന്നിലേക്ക് വെച്ചോ. എന്താ മനോഹര, പ്രൊജക്റ്റൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നില്ലേ? പണിയും പ്രൊജക്ടുകളൊക്കെ വീണ്ടും പോലെ നടക്കുന്നുണ്ട്. പക്ഷെ പണി കഴിഞ്ഞ ബിൽഡിംഗിൽ കൊടുക്കത്തെ ചോർച്ചയാ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കമ്പനി കൂട്ടേണ്ടി വരും, പണിയും പോവും. നിങ്ങൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? പുതിയ ടെക്നോളജി അപ്ഡേറ്റ് ചെയ്യാത്തതിന്റെ പ്രശ്നമാണ്. അതിനിപ്പോ എന്താ സാർ പരിഹാരം? ഡാം ഷുവർ. പേര് പോലെ 100% വിശ്വസിക്കാം. എന്റെ എല്ലാ പ്രോജക്റ്റിന്റെ കരുത്തും വിജയവും ഡാം ഷുവർ തന്നെ. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കെട്ടിടങ്ങളിൽ ഉണ്ടാക്കുന്ന വിള്ളലുകളും ചോർച്ചകളും അടക്കം മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഡാം ഷുവർ. നല്ല കോൺട്രാക്ടർ ആകണമെങ്കിൽ നല്ല തിരഞ്ഞെടുക്കണം. ജർമ്മൻ ടെക്നോളജിയും നൂതന സാങ്കേതിക വിദ്യകളുമാണ് ഡാം ഷുവറിന്റെ കരുത്ത്. അതുപോലെ ഡാം ഷുവർ പ്രോഡക്റ്റുകൾ മികച്ച ബോണ്ടിംഗ് ഉള്ളവയും വളരെയധികം ഇലസ്റ്റോമെറിക്കുമാണ്. ഇത് കോൺക്രീറ്റുകൾക്കും പ്ലാസ്റ്ററിങ്ങിനും മികച്ച ഈടും ബലവും നൽകുന്നു. ഫൗണ്ടേഷൻ തുടങ്ങുമ്പോൾ തന്നെ ഡാം ഷുവർ പ്രോഡക്റ്റ് ഉപയോഗിച്ചാൽ ചോർച്ച എന്നത് വെറും ഒരു കഥ മാത്രം. നിലവിൽ ചോർച്ചയുണ്ടെങ്കിൽ അതിനുണ്ടൊരു പരിഹാരം. അപ്പൊ നമുക്ക് ഡാം ഷുവറിലേക്ക് മാറാല്ലേ? 100%. ഡാം ഷുവർ, നിങ്ങളുടെ കെട്ടിടങ്ങൾ ഇനി ഡാം ഷുവറിന്റെ സമ്പൂർണ്ണ പരിരക്ഷ.